ജനിച്ച സ്ഥലത്തും പഠിച്ച സ്ഥലത്തും താമസിക്കുന്ന സ്ഥലത്തും സ്വരാജ് തോറ്റു. പിന്നെ ചെസ് നമ്പർ 4 ഇങ്ങനെ നിരവധി ട്രോളുകളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ അനുയായികൾ അല്ലെങ്കിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരൊക്കെ ഇങ്ങനെ പിണറായിസം തോറ്റു എന്നൊക്കെ പറഞ്ഞുള്ള നിരവധി പോസ്റ്റുകൾ, അതും ചില ട്രോളിംഗ് പോസ്റ്റുകളാണ് രസകരമായിട്ട് തോന്നുന്നത്. ഏതായാലും നിലമ്പൂരിൽ ഷൗക്കത്ത് സ്ഥാനം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മളിവിടെ ചിന്തിക്കേണ്ടുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എം സ്വരാജ് അങ്ങനെ തോറ്റു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു 15,000 ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ പിണറായിസം എന്ന് പറഞ്ഞെങ്കിലും ഒരു വിരുദ്ധത എന്ന് പറഞ്ഞെങ്കിലും ഞാൻ കുറച്ചുകൂടി എം സ്വരാജിന് വോട്ട് പോകും എന്ന് തന്നെ വിചാരിച്ചിരുന്നു. പക്ഷെ ആ സ്ഥാനത്ത് എം സ്വരാജ് കുറച്ച് കയറി വന്നു. രണ്ടാമത് എനിക്ക് അതിശയമായിട്ട് തോന്നിയത് PV അൻവറിന്റെ ഒരിതാണ്. ഒരു പക്ഷെ ഇപ്പോൾ കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു അവസാന നിമിഷം പോലും കുഞ്ഞാലിക്കുട്ടി ഞാനും അൻവറിനെ കൂടെ കൂട്ടാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷെ അൻവറിന്റെ ഒരു പ്രചരണം അല്ലെങ്കിൽ അൻവറിന്റെ ഒരു പ്രഭാവം തന്നെ അവിടെ വല്ലാണ്ട് നിലമ്പൂരുണ്ട്. ഒരു പക്ഷേ അത് കോൺഗ്രസിന് വലിയൊരു അടിയായി. അല്ലെങ്കിൽ ഒരു പക്ഷേ അൻവർ ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഒരു 10-25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാമായിരുന്നില്ലേ? ആദ്യം നമുക്ക് ട്രോളുകളിലാണല്ലോ ചോദിച്ചത്. ട്രോൾ അടിപൊളിയാണ്. ഉച്ചി വെച്ചവന് ഉദകക്രിയ ചെയ്യുന്നൊരു ചൊല്ലുണ്ടല്ലോ മലയാളത്തിൽ, അറിയാമോ എൻ്റെ അർത്ഥം? എന്ന് പറയുന്ന പോലെ കാരണഭൂതനായ ഒരുവൻ കൈപിടിച്ചുയർത്തുന്ന ആരോ അവന്റെ അധോഗതി. അയ്യോ, അതിന്റെ ട്രോളും വന്നു കേട്ടോ. മരുമോനെ അങ്ങനെ സ്വരാജിനെ നമ്മൾ സൈഡാക്കി, അടുത്ത മുഖ്യമന്ത്രി മരുമോനെ നീ തന്നെ, ഫാമിലി മാൻ. അതും വന്നിട്ടുണ്ട് ട്രോള്. അതാരാണ് അടുത്ത മുഖ്യമന്ത്രി? മരുമോനെ അങ്ങനെ സ്വരാജിനെ നമ്മൾ സൈഡാക്കി, അടുത്ത മുഖ്യമന്ത്രി മരുമോനെ നീ തന്നെ. ഓ എന്ന് സ്വരാജിനെ ഒതുക്കാൻ വേണ്ടി അതിനായിരിക്കുമോ ഗോവിന്ദൻ മാഷിനെ കൊണ്ട് RSS പിന്നെ CPM പ്രണയത്തിനെ കുറിച്ചുള്ള പഴയ കഥകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിന് മുമ്പ് പുറത്തെടുത്തത്? അതുകൊണ്ടായിരിക്കുമോ? തോൽപ്പിക്കാൻ വേണ്ടി ആയിരിക്കുമോ? അത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അൻവറിൻ്റെ വോട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. 15,000-ലധികം വോട്ടുകൾ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥി നേടുക ഇപ്പോൾ കുറച്ച് ചില മണ്ഡലങ്ങളിൽ കുറയുന്നുണ്ട്. അതനുസരിച്ച് ആര്യാടൻ ഷൗക്കത്തിൻ്റെ കൂടുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന മണ്ഡലങ്ങളിൽ എന്തായാലും 15,000 കടക്കുക അല്ലെ 10,000 കടക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതകരമായിട്ടുള്ള. നമ്മൾ മാത്രം എല്ലാ പത്രപ്രവർത്തകരും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാം എഴുതി തള്ളിയ ഒരു കേസാണ് VD സതീശൻ എഴുതി തള്ളി. അവിടെയാണ് ഏറ്റവും വലിയ പരാജയം VD സതീശനുണ്ടായത്. മുസ്ലിം ലീഗ് അതേസമയം ഇദ്ദേഹത്തിനെ ചേർത്തു പിടിക്കാൻ അവസാന നിമിഷം വരെ ശ്രമിച്ചു. MK മുനീർ അതിൻ്റെ പരിഭവം പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പോഴൊന്നും വിവേകം ഉദിച്ചില്ല VD സതീശന്. 2 കാലന്മാർ ഇതുപോലെ കോൺഗ്രസിനുണ്ട്. ഒന്ന് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ പിണറായി 1ാം സർക്കാർ വരില്ലായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ഇതുപോലൊരു പാഴ്വാക്കാണ് അതിന് കാരണഭൂതമായത്. അതായത് കോട്ടയത്ത് വന്ന അദ്ദേഹം പത്രസമ്മേളനം നടത്തി കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി കേരള കോൺഗ്രസ് മാണിയെ പുലഭ്യം പറഞ്ഞു. അതോടുകൂടിയാണ് ജോസ് കെ മാണി എന്നാൽ ഞങ്ങൾ മുന്നണി മാറിക്കോളാമെന്ന് പറഞ്ഞ് LDFിലേക്ക് പോയത്. അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ കിട്ടി CPMന് പോയ സീറ്റുകൾ മുഴുവനും അതിൽ കൂടുതലും മലബാറിലും കിട്ടിക്കൊണ്ട് ഒരു സാമാന്യമായ ഭൂരിപക്ഷത്തോടെ കേവല ഭൂരിപക്ഷത്തോടെ അവർക്ക് വരാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വർത്തമാനമാണ് കുഴപ്പമായി നാക്ക്. അതാണ് ശരിയായിട്ടുള്ള നാക്കുപിഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ VD സതീശൻ പ്രിയങ്ക ഗാന്ധിയെ ഉപദേശിക്കാനൊന്നും അൻവർ വരണ്ട എന്നുള്ള മട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ പ്രീതിപ്പെടുത്താനാണോ എന്ന് തോന്നുന്നില്ല. അതായിരിക്കാം അങ്ങനെ ഒരു വർത്തമാനം നിലമ്പൂരിൻ്റെ മണ്ണിൽ വന്ന് പത്രസമ്മേളനം നടത്തി. അതാണ് അൻവറിനെ പിരിച്ചത്. അതുവരെ അവിടെ UDFിൽ അംഗം ആക്കാം എന്നുള്ള മട്ടിലുള്ള സംസാരമാണ് വന്നത്. അതിന് പകരം കൊണ്ടുവന്നത് ആഗോള ഭീകര സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിൻ്റെ ലോകം മുഴുവൻ ഇസ്ലാമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന 2050 അത് സാധ്യമാകും കേരളത്തിലും എന്ന് പ്രതീക്ഷിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ വിങ്ങിനെ
പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഘടനയെ മുന്നണിയിൽ ചേർക്കാൻ വേണ്ടിയുള്ള ശ്രമം. അതാണ് പി വി അൻവറിനേക്കാൾ വിഷമായിട്ടുള്ള ഒന്നിനെ മുന്നണിയിൽ ഉൾക്കൊള്ളുകയും പി വി അൻവറിനെ അധിക്ഷേപിക്കുകയും ചെയ്തു. രാഷ്ട്രീയ തന്ത്രപരമായിട്ട് അവർ ചെയ്യേണ്ടിയിരുന്നത്, ലീഡറാണെങ്കിൽ അങ്ങനെ ചെയ്തേന്, എന്തു വന്നാലും അൻവറിനെ കൂടെ നിർത്തുക. അങ്ങനെയായിരുന്നെങ്കിൽ ഭൂരിപക്ഷം ഒരു 30,000 അത് അരിത്മെറ്റിക്കലാണ്, മാത്തമാറ്റിക്കൽ അല്ല. 30,000 എത്തിയതിന് യോജിച്ചു വരുമ്പോൾ 1+1 അവിടെ കൂടുമ്പോൾ. പക്ഷെ അങ്ങനെ നമ്മൾ പറയുമ്പോഴും യു ഡി എഫിൻ്റെതായ ഒരു നിലപാടുണ്ട്. അപ്പം വേറൊരാളിനെ ചാരിക്കൊണ്ട് ഇപ്പൊ അൻവറിന്റെ വോട്ടുകൾ എടുക്കുമ്പോൾ പുറമെ CPM പറയുന്ന ഒരു കാര്യമുണ്ട്, അൻവറിനെ സോപ്പിട്ട് കിട്ടിയ വോട്ടല്ലേ, ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റില് ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് നിന്നിരുന്ന അൻവറിനെ നിങ്ങൾ സോപ്പിട്ട് ചാക്കിട്ട് കിട്ടിയ വോട്ടല്ലേ, അത് നിങ്ങളുടെ വിജയമല്ല, പക്ഷേ ഞങ്ങളുടെ വിജയം സ്വരാജ് ഇത്രയും നേടിയല്ലോ എന്ന് പറയേണ്ടുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസിന്റെ മാത്രം വിജയമാക്കി മാറ്റിയില്ലേ? ഇല്ല, അതല്ല ഞാനീ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ വിഭാഗമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയെ കൂടെ നിർത്തിക്കൊണ്ടല്ലേ അവർ എന്ത് വെൽഫെയർ എന്നിട്ട് പറഞ്ഞതോ വി ഡി സതീശൻ ഭൂലോക ഹിമാലയൻ ബ്ലണ്ടർ പറഞ്ഞു. അവർ ഇപ്പോൾ അവരുടെ നിലപാടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ മാറ്റി മൗദൂദിസമാണ്. ലോകമാകെ ഇസ്ലാമിക് ഭരണം എങ്കിൽ മാത്രമേ മുസ്ലിങ്ങൾക്ക് യഥാവിധി അവരുടെ മതകർമ്മങ്ങൾ നിർവഹിക്കാനാവൂ എന്ന് പറഞ്ഞ മൗദൂദിയുടെ, ലോകമെല്ലാം വെറുക്കുന്ന മൗദൂദിയുടെ പ്രത്യയശാസ്ത്രം അതേപടി പിന്തുടരുന്ന കക്ഷിയാണ് വെൽഫെയർ പാർട്ടി. യാതൊരുവിധം അപ്പം പിന്നെ ഖുർആൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അനുകൂലമല്ല സാഹചര്യമെങ്കിൽ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പോവുക. അവസരം വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ മതത്തിൻ്റെ ആധിപത്യം, ഇതാണ് അവരുടെ പരിപാടി. തൽക്കാലം ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും ഒക്കെ ഭാഗമായി നിന്നുകൊണ്ട് അനുകൂലമായിട്ടുള്ള അവസരം വന്നു കഴിയുമ്പോൾ അന്ന് മാപ്പിള ലഹളയിൽ നടന്നതുപോലെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രത്തിനു വേണ്ടിയുള്ള അവരുടെ ആക്രമണം ആരംഭിക്കും. ഹിംസയിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണത്, അഹിംസയിൽ വിശ്വസിക്കുന്ന പാർട്ടിയല്ല. കോൺഗ്രസ്സിന് ഒരിക്കലും ചേരാൻ പറ്റാത്ത മോരും മുതരയും പോലുള്ളൊരു പാർട്ടി. മറുവശത്ത് നോക്കൂ, PDPയെ കൂട്ടുചേർത്തു തന്ത്രപരമായിട്ട് ആര്? ഇടതു മുന്നണി. അതുപോലെ ഗവർണറുടെ ഭാരതമാതാവിൻ്റെ മുമ്പിൽ ചെന്നൊരു നാടകവും കളിച്ചു വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടി. ഇതൊക്കെയാണ് തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അത്തരം ഒരു തന്ത്രവും എടുക്കാതെ ഈ വി ഡി സതീശൻ പരസ്യമായി ഇത് പറഞ്ഞത് വലിയൊരു അബദ്ധമായി പോയി. അന്നേ കെ സുധാകരൻ ഇത് ചൂണ്ടിക്കാണിച്ചു, മുസ്ലിം ലീഗ് ഇത് ചൂണ്ടിക്കാണിച്ചു, ഡോക്ടർ എം കെ മുനൂർ വർഗീയത ഒട്ടുമില്ലാത്ത മനുഷ്യൻ, അദ്ദേഹവും ഇത് ചൂണ്ടിക്കാണിച്ചു. കൂടെ നിർത്തിയിരുന്നെങ്കിൽ വൻ റിസൾട്ടായിരുന്നേനെയും. ഒരു പക്ഷേ പിണറായി വിജയൻ്റെ തകർച്ച അതായിരുന്നേനെയും ഇവിടെ ഉണ്ടാവുക. തകർച്ച, അടുത്ത ഗവൺമെൻറ് വരില്ലെന്നുള്ള ഒരു ഗ്യാരൻറ്റിയുമായിരുന്നേനെ ആ വൻ ഭൂരിപക്ഷം. ഇപ്പോൾ ഈ കിട്ടിയ ഭൂരിപക്ഷം അതിനുള്ള ഒരു ശക്തി അവർക്ക് പകർന്നു നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ അൻവർ ഈ നേടിയ വോട്ട് അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ടെന്നുള്ളത് വ്യക്തമാക്കുകയും ഇപ്പോൾ തന്നെ വി ഡി സതീശൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വാതിൽ അടച്ചിട്ടില്ലെന്ന്. ആ തിരുത്തൽ അത്രയും നല്ലത്. ഈ തിരുത്തൽ നേരത്തെ വന്നിരുന്നു എങ്കിൽ കോൺഗ്രസ്സിന് വലിയൊരു മൊറൈൽ ബൂസ്റ്ററായിട്ട് അവിടെ പരിണമിക്കുമായിരുന്നു.